ISLൻ്റെ വരുവാനായിട്ട് പോകുന്ന 12ാം സീസണുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു സീസണിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അൺസർട്ടനിറ്റി നിൽക്കുന്നതിനാൽ തന്നെ പല ISL ടീമുകളും ഡ്യൂറൻ കപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സും ഡ്യൂറൻ കപ്പിൽ നിന്ന് മാറി നിൽക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ വരാനായിട്ട് പോകുന്ന ജൂലൈ 23 ആരംഭിക്കുന്ന ഡ്യൂറൻ കപ്പിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ISLലെ ചില ടീമുകളും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും മറ്റ് ചില ടീമുകൾ ഈ ഒരു ഡ്യൂറൻ കപ്പിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇതിനെല്ലാം കാരണമെന്ന് പറയുന്നത് ISLൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. തങ്ങളുടെ ട്രാൻസ്ഫറിങ് എല്ലാം തന്നെ, അതായത് ട്രാൻസ്ഫർ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹോൾഡിൽ വെച്ച ഒരു സ്ഥിതിയിലേക്കും കൂടി പോയിട്ടുണ്ടായിരുന്നു. അതിനു പുറമെ തങ്ങളുടെ വിദേശ താരങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു ഓപ്പർച്യൂണിറ്റി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തങ്ങൾക്ക് മറ്റ് ക്ലബ്ബുകളിൽ നിന്ന് ഓഫറുകൾ ഉണ്ട് എങ്കിൽ അതിലേക്ക് പോകാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിലങ്ങുതടിയായിട്ട് നിൽക്കുകയില്ല എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തങ്ങളുടെ വിദേശ താരങ്ങളെ അറിയിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നതാണ്. സോ ഈ ഒരു ലെവലിൽ അല്ലെങ്കിൽ ട്രാൻസ്ഫറിങ് എല്ലാം എന്താ പറയുക ഹോൾഡ് ചെയ്ത് വെച്ച ഒരു സാഹചര്യമായിരുന്നു. ഇതിനെ തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഒരുപാട് വിമർശനം തന്നെ നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. കാരണം എന്ന് പറയുന്നത് ISLലെ മറ്റ് പല ടീമുകളായിട്ടുള്ള FC ഗോവയാവട്ടെ, അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാൾ ആവട്ടെ, ജംഷഡ്പൂർ FC ആവട്ടെ തുടങ്ങിയ ടീമുകളൊക്കെ തന്നെ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുമ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് എന്താ പറയുക താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാതെ എന്താ പറയുക ഒരു ഹോൾഡിൽ വെച്ചുകൊണ്ട് തന്നെ എന്താ പറയുക ഈ ഒരു ഫോർമാറ്റിൽ മുന്നോട്ട് പോകുന്നത്. ആ ഒരു സാഹചര്യത്തിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്നൊക്കെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ താരങ്ങളോട് അതായത് വിദേശ താരങ്ങളോട് ടീം വിട്ട് പോകുവാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തപ്പോൾ, അതായത് തങ്ങൾ വിലങ്ങുതടിയായി നിൽക്കുകയില്ല എന്ന് അവരെ അറിയിച്ച സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരമായിട്ടുണ്ടായിരുന്ന ഇസൂസ് ജിമിനസിന് ഒരു മികച്ച ഓഫർ ലഭിക്കുകയും അദ്ദേഹം പോളിഷ് ക്ലബ്ബിലേക്ക് ടോപ്പ് ടയർ ക്ലബ്ബായിട്ടുള്ള ആ ക്ലബ്ബിലേക്ക് ഇപ്പോൾ ചേക്കേറുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. കഴിഞ്ഞ ഒരു ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള താരങ്ങളിൽ ഒരാളാണ് ജിസൂസ് ജിമിനസ് എന്ന് പറയുന്നത്. എന്നിട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്താ പറയുക അദ്ദേഹത്തെ ഒന്ന് ഹോൾഡ് ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ പോലും നടത്തിയില്ല എന്നതിനെ തുടർന്ന് തന്നെ ഒരുപാട് വിമർശനമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. സോ എന്താ പറയുക നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലുള്ള 3 വിദേശ താരങ്ങളായിട്ടുള്ള നോഹ സുധോയും എന്താ പറയുക ഡ്രിയാൻ ലൂണയും അതുപോലെ തന്നെ ഡുസാൻ ലെഗാട്ടറും കേരള ബ്ലാസ്റ്റേഴ്സ് വിടുവാനായിട്ടുള്ള സാധ്യതകൾ ഒരുപാടാണ് എന്ന തരത്തിൽ ഒരുപാട് വാർത്തകൾ നിലവിൽ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് റൂമറുകളും സ്പ്രെഡ് ആവുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. അതായത് ജിസൂസ് ജിമിനസിൻ്റെ പടിയിറക്കം തന്നെയായിരുന്നു ഇതിനെല്ലാം കാരണമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരങ്ങൾ എന്താ പറയുക ട്രാൻസ്ഫറിംഗ് നീക്കങ്ങൾ ഹോൾഡ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഹോൾഡ് ചെയ്ത വിദേശ താരങ്ങളുടെ സ്കൗട്ടിങ് കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു അൺഒഫീഷ്യൽ സോഴ്സിൽ നിന്ന് ഒരു റിപ്പോർട്ട് നിലവിൽ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു പ്രൊഫഷണൽ സോഴ്സിൽ നിന്നും ലഭിച്ചിട്ടില്ല. എങ്കിൽ പോലും ഈ ഒരു വാർത്ത സത്യമാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് വരുവാനായിട്ട് പോകുന്ന സീസണിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് ഒരു എന്താ പറയുക ഒരു കൃത്യമായിട്ടുള്ളൊരു മെസ്സേജ് ആരാധകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം ISL ഇതുവരെ ഒരു ട്രോഫി പോലും ഇല്ലാത്ത ഏക ടീം കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. എന്നിട്ട് പോലും ഡ്യൂറൻ കപ്പിൽ പോലും പങ്കെടുക്കാതെ ഒരു ടൂർണമെൻറ്റ് കളിച്ച് ആ ഒരു ട്രോഫിയെങ്കിലും നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്താതെ മാറി നിന്നതിനെ തുടർന്ന് തന്നെ എപ്പോഴും മാനേജ്മെൻറ്റ് വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെയായിരുന്നു ജിസൂസ് ജിമിനസിൻ്റെ പടിയിറക്കവും ടീമിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം കൊണ്ടും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഒരുപാട് വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് ഇനി എന്തൊക്കെയായിരിക്കും ഇന്ത്യൻ ഫുട്ബോളിൽ നടക്കുക. നിലവിൽ ഈ ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പല റൂമറുകളും കേൾക്കുന്നുണ്ട്. എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ ISLന് പകരം ഒരു പുതിയ ഇന്ത്യൻ ടോപ്പ് ടയർ ലീഗ് എന്താ പറയുക വരുന്നു. അതിൽ ISL ടീമുകളും അതുകൊണ്ട് തന്നെ I-ലീഗ് ടീമുകളും I-ലീഗിലെ ടോപ്പ് ടീമുകളും കമ്പൈൻ ചെയ്തായിരിക്കും ഈ ലീഗ് വരിക എന്ന തരത്തിലുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. എങ്കിൽ പോലും ഇനി കാത്തിരിക്കേണ്ടത് എന്താണ് കോർട്ടിൻ്റെ ഓർഡർ എന്നാണ്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് ISLൻ്റെ ഭാവി എന്താകുമെന്നുള്ളത്.